ശ്രീ ഉപേന്ദ്രനാരായണൻ, നമ്മൾ പലപ്പോഴും ഈ വാഹനാപകടങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നതാണ്. എന്നാൽ ഈ വാഹനാപകടങ്ങൾക്കൊപ്പം തന്നെ ഈ മഴ പെയ്താൽ തോടുകളാകുന്ന റോഡുകൾ, ഒപ്പം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഓടകൾ, അതും റോഡ് അപകടങ്ങളിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയല്ലേ? അതായത് നമ്മുടെ റോഡ് എന്ന് പറയുന്നത് വെറുതെ ടാറ് കുറെ നിരത്തി അതിന്റെ പുറത്ത് റോൾ ചെയ്ത് പോകുന്നതല്ല റോഡ്. റോഡിന്റെ അവിഭാജ്യ ഘടകമാണ് കാനകളും കാനമൂടികളും. അത് നമ്മൾ ഒരു വികസിത സംസ്ഥാനമാണ് കേരളം, വിദ്യാസമ്പന്നരുടെ നാടാണ്. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ റോഡ് അപകടങ്ങൾ കുത്തനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് റോഡിലെ അശാസ്ത്രീയമായ നിർമ്മാണം, അതേപോലെ തന്നെ ഈ കാനകൾ ക്ലിയർ ചെയ്യാത്തത്, അതായത് നമ്മൾക്ക് ഈ പ്രീ മൺസൂൺ വർക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ കോർപ്പറേഷൻസ്, മുനിസിപ്പാലിറ്റികള്, പഞ്ചായത്ത് ലെവലിൽ തന്നെ അതത് റോഡുകളുടെ കാനകൾ ക്ലീൻ ചെയ്ത ഉടനടി തന്നെ ആ വേസ്റ്റ് എടുത്തു മാറ്റുകയും വേണം. ഇത് നമ്മൾ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് അവിടെ തന്നെ ഇടുകയും അടുത്ത മഴയ്ക്ക് അത് വീണ്ടും കാനയിലേക്ക് പോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് കാന നിറഞ്ഞൊഴുകി റോഡിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുകയും യാത്രാ സൗകര്യം ഇല്ലാതാകുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൂടാതെയാണ് അപകടങ്ങളുടെ പരമ്പരയാണ് കേരളത്തിൽ നടക്കുന്നത്. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അനേകം പാവപ്പെട്ട ആൾക്കാർ, അതായത് ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കാനയിലേക്ക് പെട്ട് പിന്നെ നമ്മൾ എമർജൻസി നേച്ചറിലേക്ക് അനേകം ലക്ഷങ്ങൾ ചെലവാക്കി ഈ ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്യുമ്പോഴേക്കും ആള് മരിച്ചിരിക്കും. അപ്പൊ ഇതൊരു നമ്മുടെ രാജ്യം ഒരു മോഡേൺ ശക്തിയായിട്ട് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് റോഡിന്റെ ഉടമസ്ഥർ ചെയ്യേണ്ടത്, റോഡിൽ ടാറൊഴിച്ച് നേരെയാക്കി വാഹന ഗതാഗതം സുഗമമാക്കുക മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ കാനകൾ വൃത്തിയാക്കുകയും കാനയുടെ സ്ലാബുകൾ, അത് രണ്ടു തരം സ്ലാബ് ഉണ്ട്. ഇപ്പൊ പലയിടത്തും സ്ലാബ് വെയിറ്റ്, അതായത് ലോറി കയറാവുന്ന സ്ലാബുകളുണ്ട്, വെയിറ്റ് ബിയറിംഗ് സ്ലാബ്സ് ഉണ്ട്, പ്ലെയിൻ സ്ലാബ്സ് ഉണ്ട്. നമുക്ക് ചെയ്യേണ്ടത് അടിയന്തരമായിട്ട് എവിടെയൊക്കെ കാനകൾ ഇല്ലയോ അത് സ്പെസിഫിക്കേഷൻ അനുസരിച്ച്, അതായത് പലപ്പോഴും ഈ കാന നിർമ്മാണം വലിയ അഴിമതിക്ക് വഴിവെക്കുന്നുണ്ട്. അതിനൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതനുസരിച്ച് കാന നിർമ്മിച്ച് ബ്യൂട്ടിഫുൾ ആക്കേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്, PWD ക്കുണ്ട്, നാഷണൽ ഹൈവേ നെറ്റ്വർക്കിനുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.